മനുഷ്യൻ കഴിഞ്ഞ പലതവണ അസുഖബാധിതനായി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കടന്നപ്പോഴും ഇതേ രീതിയിൽ ആ മനുഷ്യനെ അധിക്ഷേപിച്ചിട്ടുണ്ട്. എന്തേ കാരണം? ആ മനുഷ്യൻ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ അചഞ്ചലനായി നിന്നു. ആ മനുഷ്യന് തന്റെ പാർട്ടിക്കൊപ്പം നിന്നതിന്റെ പേരിൽ തനിക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും ഒരു കുഴപ്പവുമില്ല, തനിക്ക് എന്റെ പാർട്ടിയാണ് വലുത് എന്ന് അദ്ദേഹം തുറന്ന് പറഞ്ഞതിന്റെ പേരില്, കോൺഗ്രസിന് വേണ്ടി അയാൾ സംസാരിച്ചതിന്റെ പേരില്, ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അയാൾ പൊതു രംഗത്ത് ഇറങ്ങിയതിന്റെ പേരില്, പ്രചരണത്തിന് ഇറങ്ങിയതിന്റെ പേരില് എന്തൊരു ക്രിമികടിയായിരുന്നു സഖാക്കൾക്ക്, അല്ലെ? നമ്മളിപ്പോ ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങൾ എന്നൊക്കെ പറയുന്ന മൊബൈൽ ക്യാമറകളുമായി എത്തുന്ന ആളുകൾക്കെതിരെ ശബ്ദിക്കുമ്പോ, ഈ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ ആ മനുഷ്യനെ തെറി പറഞ്ഞവര്, അധിക്ഷേപിച്ചവര്, ആ മനുഷ്യൻ വെന്റിലേറ്റർ കിടക്കുമ്പോ ആ മനുഷ്യനെ അധിക്ഷേപിച്ചവര്, അവർക്കെതിരെ നടപടി വേണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയാനുള്ളത്, ആരൊക്കെയാണ് കമന്റ് ഇട്ട് എന്നാണോ നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ അതിന്റെ കമന്റുകൾ തരാൻ ബാധ്യസ്ഥപ്പെട്ടവനാണ്, ഉത്തരവാദിത്തപ്പെട്ടവനാണ്, തരാൻ തയ്യാറാണ്. ഏതൊക്കെ പോസ്റ്റിന് താഴെയാണ്, ഏതൊക്കെ വ്യക്തിയാണ്, ഏതാണ് കൃമികീടം എന്നൊക്കെ വളരെ കൃത്യമായ തെളിവുകൾ അടക്കം നിങ്ങൾക്ക് തരാൻ തയ്യാറാ. ഈ കൃമികീടങ്ങൾക്കെതിരെ നിരന്തരമായ നിയമ നടപടി വേണം. മനസ്സിലായില്ലേ? സഖാക്കൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇവറ്റകളുടെ മനസ്സ് അതൊരു പ്രത്യേക മനസ്സാ. മനസ്സിലായില്ലേ? മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത, മര്യാദയും മാന്യതയും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു തരം കൃമികീടങ്ങള്, എല്ലായിടത്തും ഈ പറയിപ്പിക്കാൻ കുറയാനുണ്ടാവുമല്ലോ, ആ കൂട്ടത്തിൽ പെടുന്നതായി കൃമികീടങ്ങള്. തെരഞ്ഞെടുപ്പിലേക്ക് തോൽവിയെ ഇവറ്റകള് ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ ഒരു സംഭവിക്കും, ഇങ്ങനെ ഒരു തോൽവി ഉണ്ടാകുമെന്ന് ഇവർ ചിന്തിച്ചിട്ടില്ല. അങ്ങനെ സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. അങ്ങനെ ഒന്ന് ആലോചിക്കാൻ വേണ്ട, ഒന്ന് ജസ്റ്റ് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഇമാജിനേഷൻ ചെയ്യാൻ പോലും ഇവറ്റകൾക്ക് അങ്ങനെ പറ്റുമായിരുന്നില്ല. അവിടെയാണ് കേരളത്തിന്റെ പൊതുസമൂഹം അടിച്ച് മൂലക്കിരുത്തിയത്. മനസ്സിലായില്ലേ? എന്തൊക്കെ വീരവാദങ്ങളായിരുന്നു, എന്തൊക്കെ വെല്ലുവിളികളായിരുന്നു സോഷ്യൽ മീഡിയകളിൽ ഈ കൃമികീടങ്ങള്. അപ്പോ ആ തോൽവി ഏൽപ്പിച്ച ആഘാതമുണ്ട് എന്ന് പറഞ്ഞാല് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോ അതങ്ങോട്ട് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ അവഹേളിച്ച് ആക്ഷേപിച്ച്